അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീൻ. ഏറ്റവും പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന വിഷയം നമ്മുടെ ജീവിതത്തിനും നമ്മുടെ ജീവനും നമ്മുടെ സ്വത്തിനും, അത് വാഹനമായാലും നമ്മുടെ വീടായാലും നമ്മുടെ മക്കളായാലും അതെല്ലാം നമ്മുടെ സ്വത്താണ്. അതുപോലെ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളായാലും നമ്മുടെ ജോലിയായാലും നമ്മുടെ സമ്പത്ത്, സ്വർണങ്ങൾ, വെള്ളികൾ, ആഭരണങ്ങൾ ഒക്കെയും, ആടുമാടുകൾ, അങ്ങനെ ഇത് മുഴുവനും നമ്മുടെ സ്വത്തിൽപ്പെട്ടതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിനും സ്വത്തിനുമൊക്കെ വലിയ സംരക്ഷണം കിട്ടണം. അത് എല്ലാവർക്കും ആഗ്രഹമുള്ളതാണ്. അപ്പോൾ ഓരോ പ്രശ്നങ്ങളിൽ ചെന്ന് നമ്മൾ വീഴാതിരിക്കാനും പ്രശ്നങ്ങളിൽ നിന്ന് സലാമത്ത് കിട്ടാനുമൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വലിയ കാര്യമുണ്ട്. അപ്പോൾ അത് ഒരു ആയത്താണ്. ആ ആയത്തിനെ സത്യം പറഞ്ഞാൽ ഒറ്റ ശ്വാസം വേണ്ട, അര ശ്വാസവും വേണ്ട അതൊന്ന് പറയാൻ. പക്ഷേ അത് എല്ലാ ദിവസവും മറക്കാതെ സുബഹി നിസ്കാരത്തിന് ശേഷം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അശുദ്ധിയുള്ള സമയം ഖുർആനിൻ്റെ ആയത്തുകൾ ഓതരുത്. ദിക്ർ എന്ന നിലയിൽ അദ്കാർ, സ്വലാത്തുകൾ ചൊല്ലുന്നത് പോലെ അല്ല. അപ്പോൾ എല്ലാ ദിവസവും സുബഹി പ്രഭാത സമയത്ത് നമ്മുടെ സ്വത്തുക്കളും വീടുകളും സമ്പത്തും വാഹനങ്ങളും ആടുമാട് പോലെയുള്ള മൃഗാദികളുമൊക്കെ, നമ്മുടെ വളർത്തുമൃഗങ്ങൾ ഒക്കെയും അതിനെയൊക്കെ മനസ്സിൽ കരുതിക്കൊണ്ട് ഒരാൾ രാവിലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നി തവക്കൽതു അലല്ലാഹ് റബ്ബി വ റബ്ബിക്കും മാ മിൻ ദാബ്ബ എന്ന് ഒരാൾ 313 പ്രാവശ്യം പറഞ്ഞാൽ, ഇന്നി തവക്കൽതു അലല്ലാഹി റബ്ബി വ റബ്ബിക്കും മാ മിൻ ദാബ്ബത്തിൻ എന്നാണ്. ദാബ്ബത്തിൻ എന്നും ദാബ്ബ എന്ന് നിർത്തുമ്പോൾ വായിക്കും. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ആയത്ത് 313 പ്രാവശ്യം സുബഹയ്ക്ക് ശേഷം എൻ്റെ സ്വത്തിന് പ്രശ്നം ഉണ്ടാകരുത്, എൻ്റെ മക്കൾക്ക് പ്രശ്നം ഉണ്ടാകരുത്, എൻ്റെ ഭാര്യയ്ക്ക് പ്രശ്നം ഉണ്ടാകരുത്, ഭർത്താവിന് പ്രശ്നം ഉണ്ടാകരുത്, എൻ്റെ വളർത്തു മൃഗങ്ങളായ ആടുമാടുകളൊക്കെ ഉണ്ട്, കോഴികൾ, എല്ലാം ഒന്നിനും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകരുത് എന്ന കരുതലോടുകൂടി സുബഹയ്ക്ക് ശേഷം ഞാൻ ഈ പറഞ്ഞ ആയത്തിനെ 313 പ്രാവശ്യം ഒരാൾ തുടർച്ചയായി എല്ലാ ദിവസവും ഓതുകയാണ് എങ്കിൽ ആ ആളിൻ്റെ എല്ലാവിധ സ്വത്തിനും വീടിനും മക്കൾക്കും എല്ലാത്തിനും അല്ലാഹു തആല പ്രത്യേക കാവൽ നൽകും. അപ്പോൾ നഷ്ടങ്ങളിലേക്കും അതുപോലെ പെട്ടെന്നുള്ള മരണങ്ങൾ, അപകടങ്ങൾ, കടങ്ങൾ, രോഗങ്ങൾ, ഇങ്ങനെയുള്ള വിഘ്നങ്ങൾ, നമുക്കുണ്ടാകുന്ന വിഷമകരമായ പ്രതിസന്ധി ഘട്ടങ്ങളിലേക്ക് പോകാതെ ഈ ആയത്തിൻ്റെ മുഅ്ജിസത്ത്, ആയത്തിൻ്റെ അളമത്ത് ഇവിടെയൊക്കെ നമുക്ക് സെക്യൂരിറ്റിയായി നിലനിൽക്കും. അതുകൊണ്ട് എല്ലാവരും 313 പ്രാവശ്യം ഒരു ദിവസം സുബഹി കഴിയുമ്പോൾ ഈ ആയത്തിനെ ഓതണം. മാത്രവും അല്ല, ഈ ആയത്തിനോടൊപ്പം തന്നെ അലിഫ് ലാം മീം അല്ലാഹ് എന്നും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നും ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്നും വരുന്ന ഒരു 16 കളം അടങ്ങിയ ഒരു കളം കൂടിയുണ്ട്. 16 കള്ളികൾ അടങ്ങിയ ഒരു കളം കൂടിയുണ്ട്. അതും കയ്യിൽ സൂക്ഷിക്കലും നല്ലത് തന്നെയാണ്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഇൻഷാ അള്ളാഹ് അത് വാട്സാപ്പിൽ അയച്ചു തരാം. അത് പ്രിൻ്റ് എടുത്ത് കയ്യിൽ വെച്ചാലും അൽഹംദുലില്ലാ. അതോടൊപ്പം ഈ ആയത്തിനെ 313 പ്രാവശ്യം ഒരു ദിവസം ചൊല്ലുന്നതോടുകൂടി മക്കൾക്ക് വരുന്ന പ്രശ്നം, മക്കൾ പഠിക്കുന്ന സ്ഥലങ്ങളിൽ വരുന്ന പ്രശ്നം, നമ്മുടെ സമ്പത്തുകൾ, നമ്മുടെ വാഹനങ്ങൾ, രാവിലെ ഇറങ്ങുന്ന വാഹനങ്ങൾ, തിരക്ക് പിടിച്ച ട്രാഫിക്കുകളിലൂടെ അലഞ്ഞു തിരിയുന്ന വാഹനങ്ങൾക്ക് അപകടങ്ങളില്ലാതെ തിരിച്ചെത്തുന്നതിനും, നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ആടുകളും മാടുകളും പെട്ടെന്നുള്ള രോഗങ്ങൾ വന്ന് കിടന്നു പോകാതിരിക്കാനും, അതുപോലെ പശു, ആട് പോലെ ഉള്ളവയ്ക്കൊക്കെ പാല് നല്ലതുപോലെ ലഭിക്കാനുമൊക്കെ ഈ ആയത്തിനെ 313 പ്രാവശ്യം ഓതൽ
വളരെ പുണ്യമാണ്, അത്ഭുതം ഉള്ളതാണ്. അത് എല്ലാവരും ഏറ്റെടുത്ത് ഓതുകയും അതുപോലെ നഖ്ശ് ആവശ്യമുള്ളവർക്ക് അയച്ചു തരാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൊക്കെ വലിയ ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.